ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്നാൽ വലിയ ചിലവൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഐറ്റം എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു 2-3 കത്രിക്ക എടുത്തിട്ടുണ്ട്. ഇതിന് കത്രിക്ക എന്നും പറയും, വഴുതനങ്ങ എന്ന് പറയും, ചിലയിടത്തൊക്കെ വഴുതനങ്ങ എന്ന് പറയും കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ ഇതിന് കത്രിക്ക എന്ന് പറയുന്നത്. എന്നാലും ശരി, നാടൻ ഐറ്റമാണ്. ഇതും കൂട്ടത്തിലൊരു പച്ചമാങ്ങയും കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റമായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3 ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി എടുക്കണം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യമേ ഇതിൻ്റെ ഞെടുമ്പിൻ്റെ ഭാഗമല്ല ഒന്ന് കട്ട് ചെയ്ത്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അരിയുമ്പോഴത്തേക്കും തീരെ പൊടിയായിട്ട് അരിയല്ലേ, ഇതേപോലെ വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ വഴുതനങ്ങ അല്ല ഈ കത്രിക്ക ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു കറ ഉണ്ടാവും. കറ ഇത് പോകാനായിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു മാങ്ങ ഒരുപാട് എടുക്കണ്ട, അധികം പുളിയും വേണ്ട കേട്ടോ. ഒരു മീഡിയം രീതിയിലുള്ള പുളിയുള്ള മാങ്ങ എടുക്കുക. പച്ചമാങ്ങ ഇപ്പം മാങ്ങയും നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ തൊലി ചെത്താതെ വേണം മാങ്ങ അരിഞ്ഞെടുക്കാൻ കേട്ടോ. അതുപോലെ കഴിവതും പച്ചമാങ്ങ തന്നെ എടുക്കാവുള്ളൂ, ചനച്ചതൊന്നും എടുക്കില്ല. ഇതേപോലെ നല്ല പച്ചമാങ്ങ തന്നെ എടുക്കുക. അപ്പോൾ ഇതേപോലെ കത്രിക്കായും ഈ മാങ്ങയും കൂടെ ആദ്യമേ തന്നെ അരിഞ്ഞു വെക്കുക. അപ്പോൾ നമ്മൾ ഇനി പണി തുടങ്ങാം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെക്കാം. അപ്പോൾ പാനൊന്ന് ചൂടായ ശേഷം ആദ്യമേ 1 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കൂട്ടത്തിൽ മല്ലി ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അത് ഇട്ടു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത്, കാരണം ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ കടുകൊക്കെ ഒന്ന് പടപടാന്ന് പൊട്ടും. അപ്പോൾ ഇതുകൊണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് അടുത്തൊന്ന് മാറ്റാം. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ മസാലയൊക്കെ പൊടിക്കുന്ന ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇത് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. ഇത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരും. ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ എല്ലാം നല്ലപോലെ കഴുകിയിട്ടുണ്ട്. കൂട്ടത്തിൽ ആ പൊടിക്കാനുള്ളത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ. അപ്പോൾ നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് ഞാൻ വേറൊരു പാത്രമാണ് വെക്കുന്നത്. ഇതേപോലെ ഒരു കുഴിയുള്ള പാത്രം. ഇപ്പം നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായ ശേഷം ഞാൻ ആദ്യമേ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഓയിലും എടുക്കാവുന്ന കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിനെടുക്കും. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഈ മാങ്ങ ഇതിൻ്റെ അകത്ത് ഉപ്പൊന്നും ഇടല്ലേ, അല്ലാതെ തന്നെ ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇതിൻ്റെ അകത്ത് അതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ മാങ്ങ കഴുകി എടുക്കുമ്പോഴത്തേക്കും കഴുകിയതിന് ശേഷം ഒരു കോട്ടത്തുണി കൊണ്ട് വല്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം അരിഞ്ഞ് ഇത് ഇങ്ങനെ ഇടാൻ കേട്ടോ. ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പം നമ്മൾ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ഭാഗത്തിന് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 2 തണ്ട് കറിവേപ്പില അത് വെക്കണം. ഞാൻ ഇളക്കി ഈ ഇച്ചിരി നന്നായിട്ട് തന്നെ ഇരുന്നിട്ട്. കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അത് നമുക്ക് കോരി അപ്പോൾ ഇതേപോലെ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഒരു 10-12 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി
ചെറുതായിട്ടൊന്ന് മൂക്കണം. ഈ ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ കഴുകി വെച്ചതിൻ്റെ അകത്ത് നിന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം വലിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലപോലെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് അമങ്ങി പോകും. അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇതേപോലെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ട നമുക്ക് മുളക് പൊടിയാണ്. അത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇതൊരല്പം എണ്ണ വേണ്ടതാണ് കേട്ടോ. അപ്പം എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, അതായത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാര്യം എണ്ണയ്ക്കകത്താണ് അത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ കുറവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി എണ്ണ കുറവുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ നിന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരല്പം എണ്ണ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരല്പം പോലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനൊന്ന് മൂടി വെക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് ചെറു തീയിലൊന്നും ഇരിക്കട്ടെ. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കല്ലേ. നല്ല ഇളക്കി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് തീ കൂട്ടി വെക്കല്. ഒരു മീഡിയം തീയിൽ. കാര്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യണം. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ഉണ്ട് കേട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഈ മാങ്ങായി അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വേണ്ട നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. ഉപ്പോ എരിവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. പുളിക്ക് പകരം നമ്മൾ മാങ്ങ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ അല്ലേ, ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ സൈഡായിട്ടൊക്കെ കഴിക്കാവുന്നുണ്ട്. ഇതേപോലെ നല്ലപോലെ ഒരു ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും അടുപ്പൊക്കെ നിർത്തും. വഴുതനങ്ങ മാങ്ങ. ഇനി നമുക്ക് ഇതൊന്നൊരല്പം എടുത്ത് ചോറിൻ്റെ കൂടെ കൊണ്ട് കഴിക്കും അല്ല. വേറെ കാര്യമൊന്നും വേണ്ട കേട്ടോ. വെടിക്കട്ടെ ഐറ്റോ. സമയം ഉച്ചയായി. ഇച്ചിരി വിട്ട് മാങ്ങ വഴുതനങ്ങ പെരട്ട്. വേറെ കാര്യമൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ അല്ല. പൊളി സാധനം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചുമ്മാ പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഒരു വർഷം ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വലിയ ചിലവൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. അതായത് വേണമെങ്കിൽ പച്ചമാങ്ങ വഴുതനങ്ങ പരട്ടെന്ന് വേണമെങ്കിലും പറയാം. ഇഷ്ടമുള്ള പേര് വിട്ടു, ഒരു കുഴപ്പമില്ല. ഞാൻ അവിടെ നേരടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ ചിലവില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം. പിന്നെ വേറെ കാര്യമുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.